ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബ്രെയിൻ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ബീഫിൻ്റെ ബ്രെയിനാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമ്മൾ അറുത്തുടനെ തന്നെ എടുത്തു വെച്ചതായിരുന്നു. ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മളത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ സെലീനിയം അതുപോലെ കോപ്പർ കണ്ടൻ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് ഈ ഒരു ബീഫിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ 2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നമ്മളിങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ചെയ്താലും മതി, ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആവുന്നുള്ളൂ. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബ്രെയിനിൻ്റെ പീസുകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ചതച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ ജീരകം, ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂണോളം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർക്കണം. ഒരുപാട് പൊടിഞ്ഞിട്ടുള്ള പൊടി ചേർക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ ചേർക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് മസാലകളോ ഒരുപാട് പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല. ഈ ഒരു ബീഫിൻ്റെ ബ്രെയിനിന് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഞാൻ കോപ്പർ സെലീനിയത്തിൻ്റെ ഒക്കെ കാര്യം നേരത്തെ പറഞ്ഞു. ഇത് നെർവസ് സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റൗവിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് സിമ്മിലാക്കിയിടാം. ഒരു 20 മിനിറ്റിൻ്റെ വേവേ ഉണ്ടാവുള്ളൂ. ബീഫിൻ്റെ അത്രയൊന്നും വേവ് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് സിമ്മിലാക്കിയിട്ട് തന്നെ വേവിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൺകലത്തിലൊക്കെ ആയിട്ട് നമ്മൾ ചട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നും ആകുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. പിന്നെ അതൊന്ന് മൊരിഞ്ഞ രീതിയിൽ കിട്ടണം. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് മൂടി തുറന്ന് വെച്ചിട്ടാണ് പിന്നീടുള്ളൊരു 5 മിനിറ്റ് വേവിക്കേണ്ടത്. ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണെന്ന് പറഞ്ഞു. അതിൽ എസ്പെഷ്യലി നമ്മൾ വൈറ്റമിൻ B12 ഒക്കെ കൂടുതലായിട്ടുണ്ട്. പിന്നെ അതേസമയം തന്നെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹെർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ഫുഡ് ഐറ്റം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും ഈ ഒരു ഫുഡ് കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.